കൂട്ടുകാരെ, ഇന്ന് എല്ലായിടത്തും ഭയങ്കര മഴയും കാറ്റും കേട്ടോ. കുറച്ച് ദിവസം 2 ദിവസമായി. ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര പെരുമഴയായിരുന്നു എന്ന് പറയാം. എല്ലായിടത്തും വെള്ളം പൊങ്ങി. എല്ലാ വീട്ടുകാരൊക്കെ പതുക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ കാറ്റ് കണ്ടോ? എന്തൊരു കാറ്റാ! കാറ്റിൻ്റെ ശക്തി ഉണ്ടോ? ഭയങ്കര ശക്തിയാണ്. ഞങ്ങളുടെ കുളിമഴയൊക്കെ കിടന്ന് ഭയങ്കര ആട്ടമാണ്. സംഭവമെല്ലാം ഒളിഞ്ഞ് വീഴുമോന്ന് തന്നെ പേടിയാ കേട്ടോ. എന്താ കാറ്റ്! മേത്തോട്ടെല്ലാം ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ മേത്തോട്ടെല്ലാം വെള്ളം വീഴുക ഉണ്ടോ. എന്തൊരു കാറ്റ്! അയ്യോ, ഇലയൊക്കെ ഇരിക്കുന്നുണ്ടോ? മറിഞ്ഞായിരിക്കുന്നത് കാറ്റ് കാരണം. ഈ വള്ളിയൊക്കെ കിടന്ന് ആടുന്നുണ്ടോ? ഉണ്ടോ? അവിടെ കുറേ വള്ളികൾ തൂങ്ങിക്കിടപ്പുണ്ട്. ആ വള്ളിയിലെല്ലാം ഇപ്പോഴും ബട്ടർഫ്ലൈസ് ഇരിപ്പുണ്ട്. ഇതൊക്കെ നനഞ്ഞു വിലയെന്ന് ഞാൻ ഓർക്കുന്നത്. നനഞ്ഞൊക്കെ ഉണ്ടോ? ഇതെവിടെ ഇതുണ്ടോ? ആ വള്ളിയിലെല്ലാം ബട്ടർഫ്ലൈസ് ഇരിപ്പുണ്ട്. ഒരു 2-3 ബട്ടർഫ്ലൈസിനെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്തൂടെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാനും പറ്റുമല്ലോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. കാണാൻ പറ്റത്തില്ല. അല്ലേ, ഇരിപ്പുണ്ട് കണ്ടോ? അവിടെ ഒരു കുഞ്ഞ് എന്നിട്ട് ഇവിടെയായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. കാണിക്കാൻ പറ്റത്തില്ല. അതൊക്കെ നനയത്തില്ലേ? അതാ എനിക്കറിയാൻ വയ്യാത്തത്. ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. അതിനെ നോക്കുവാ ഞാൻ കാണാൻ പറ്റുമെന്ന്. അതിനെയും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ ഒരിക്കലും അതേ ഇരിക്കുന്നു കണ്ടോ. ഒരു വെള്ള നിറങ്ങുണ്ടോ? ആ വെള്ളം നിറത്തിയിരിക്കുന്നത് ബട്ടർഫ്ലൈ ആണ്. അതൊന്നും പറന്നു പോകുന്നില്ല. ഈ മഴയൊക്കെ നനഞ്ഞാൽ അതിൻ്റെ ചിറകൊക്കെ നനഞ്ഞു പോവുകയല്ലേ. എനിക്കറിയത്തില്ല അതങ്ങനെ നനഞ്ഞു പോവുകയല്ലേ എന്ന്. ഉണ്ടോ? എന്തൊരു മഴയായി. ഇപ്പം കാറ്റിച്ചിരി ശമിച്ചു. അതുകൊണ്ട് ഇലയൊക്കെ കണ്ടോ നേരെയായി കണ്ടോ. മറ്റേത് കാറ്റ് വന്നപ്പോൾ എല്ലാം ഇലയെല്ലാം കൂടി അങ്ങ് മറിയുമായിരുന്നു കിടന്ന്. പുളിമരത്തിൻ്റെ ആട്ടമൊക്കെ നിന്നു. എന്നാ ആട്ടമായിരുന്നു! കണ്ടാൽ പേടിച്ചു പോകും. എല്ലാം കൂടെ ഒടിഞ്ഞ് വീഴുമെന്ന് നമ്മൾ വിചാരിക്കും കണ്ടാൽ. വള്ളിയുടെ ആട്ടങ്ങളും നിന്നു. ഇതുണ്ടോ? ആ സമയത്ത് മിറ്റം നിറച്ചും വെള്ളമായി. ഉണ്ടോ? ഇത് മിറ്റമാണേ. കണ്ടോ? മുറ്റത്തിൻ്റെ അറ്റമായത്. ഇലയെല്ലാം വന്ന് മൂടി കിടക്കുക. ഉണ്ടോ? അങ്ങേറ്റം വരെ വെള്ളമാണ്. ഇലയെല്ലാം ഒടിഞ്ഞ് വീണ് ഇവിടെ കിടക്കുക. ഉണ്ടോ? കാറ്റത്ത് ഒടിഞ്ഞ് വീണതാ. ഉണ്ടോ? എല്ലാം ചാഞ്ഞും ചെരിഞ്ഞും എല്ലാം കിടക്കുക. പണ്ട് കാലത്തൊക്കെ, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ മുറ്റത്ത് വെള്ളം വരുമ്പോൾ ആ മഴ നനഞ്ഞ് മുറ്റത്തൂടെ ഇറങ്ങി നടന്ന് ചെറിയ ചെറിയ പേപ്പർ കൊണ്ട് ചെറിയ വള്ളങ്ങളൊക്കെ ഉണ്ടാക്കി ഈ വെള്ളത്തിനകത്ത് ഇടുമായിരുന്നു. വെള്ളത്തിലിട്ട് കളിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. കൂട്ടുകാരും കാണും. അയൽക്കത്ത് അടുത്ത വീട്ടിലെ കുട്ടികളെല്ലാം വരും. എല്ലാവരും കൂടെ ഞങ്ങൾ നല്ല രസമായിരുന്നു അന്നൊക്കെ, ആ കാലമൊക്കെ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അത് ആസ്വദിക്കാനുള്ള ആ ഇതില്ല. മുറ്റത്തിറങ്ങി ഉടനെ പനിയും വരും. അന്നൊക്കെയാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇതുണ്ടെങ്കിൽ താഴോട്ടൊക്കെ വെള്ളം കിടക്കുക. അതുപോലെ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് കണ്ടോ മുറ്റത്ത് നിൽക്കുന്ന ചെടിയെല്ലാം വല്ലാതെ വളർന്നു വന്നു. ഇതെല്ലാം ചൊറിയനാണ് കേട്ടോ. ഇതെല്ലാം പറിച്ചു കളയാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഏതായാലും മഴ കഴിഞ്ഞിട്ട് കളയാമെന്നോർത്തിരിക്കുക. അങ്ങോട്ടൊക്കെ ഉണ്ട്. ഉണ്ടോ? ഇവിടെ എല്ലാം ഉണ്ട്. ഈ മഴ കഴിഞ്ഞിട്ട് എല്ലാം കളയാം. അല്ലെങ്കിൽ വീണ്ടും ഞാൻ പിന്നെയും വളർന്നു വരികയല്ലേ.
ഈ ചെടി കണ്ടോ, ഇത് ഞാൻ മഴയ്ക്ക് മുമ്പെടുത്ത വീഡിയോ ആണ്. അന്നേരം നല്ല ഫ്രഷായിട്ടാണ് ഇലകളെല്ലാം നിന്നത്. ഇനി മഴ കഴിഞ്ഞിട്ടെടുത്തത് കാണിക്കാവേ. ഇത് കണ്ടോ, മഴ കഴിഞ്ഞുള്ളതാണ്. ഇതിന് മുമ്പ് ഞാൻ കാണിച്ചത് മഴയ്ക്ക് മുമ്പുള്ളതാണ്. ഇതുണ്ടോ, മഴ കഴിഞ്ഞുള്ളത് കിടക്കുന്നുണ്ടോ, കണ്ടോ, എല്ലാം പാടിയതുപോലെയല്ലേ. ഇതിപ്പോൾ ഞാൻ മഴ കഴിഞ്ഞപ്പോൾ അടുത്ത് വന്ന് നിന്നെടുത്താണ്. ഇതിന് മുമ്പിട്ടത് ദൂരെ തന്നെ നിന്നെടുത്താണ്. ഇപ്പോഴും മഴയാറുന്നുണ്ട്, എൻ്റെ മേത്തൊക്കെ മഴയാവുന്നുണ്ട്. അപ്പം ഞാൻ കയറി പോവുകയാണേ. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്ത് തരണേ, കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. ഈ വള്ളിയൊക്കെ ഉണ്ടോ, ഈ വള്ളികളിലെല്ലാം ഓരോ ചിത്രശലഭങ്ങൾ, ഓരോ വള്ളിയിലും ചിത്രശലഭങ്ങൾ. ഇതുണ്ടോ, എല്ലാം വന്നിരിക്കാനായിട്ടുള്ള പ്ലാനാണ്. ഇതുണ്ടോ, ഒത്തേ വന്നിരുന്നു. അത്ര ഇപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഇനി വേറെ കാണിക്കാം കേട്ടോ. അതെ, ഒളിച്ചിരിക്കുന്നൊരു ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടോ, ഇതേ കണ്ടോ, ഒളിച്ചിരിക്കുന്നൊരു ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടോ, പറഞ്ഞിരിക്കുന്നുണ്ടോ. ഈ വള്ളികളോട് എന്താ ഈ ചിത്രശലഭങ്ങൾക്കൊക്കെ ഇത്രയും പ്രത്യേകതയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ഇപ്പുറത്ത് കാണിക്കാവേ. ഇത് കണ്ടോ, വേറൊരെണ്ണം കണ്ടോ, ഇത് ചോക്ലേറ്റ് പാൻസി എന്ന് പറയുന്ന ഒരു ബട്ടർഫ്ലൈ ആണ്. ഇവിടെ വേറൊരെണ്ണം പറക്കും, അവിടെ വന്നിരിക്കാനായിട്ട് പറക്കുക കണ്ടോ. അതിൻ്റെ കൂടെ വന്നിരിക്കാനായിട്ടുള്ള ആലോചനയിലായിരുന്നു. അത് പിന്നെ അങ്ങോട്ടങ്ങ് പോയി. ഇനി അപ്പുറത്തെല്ലാം ഉണ്ട്, ഓരോ വള്ളിയിലും ഇങ്ങനെ കയറിയിരിക്കുക കണ്ടോ, പറന്ന് വരുക വള്ളിയിലിരിക്കാനായിട്ട്. ഇതെന്താ ഈ വള്ളികൾക്ക് ഇത്ര പ്രത്യേകതയെന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ പറക്കുന്നുണ്ട് കണ്ടോ. അതിൻ്റെ കൂടെ വേറെ 2 തേരട്ടുകൾ ഇരിപ്പുണ്ട് അവിടെ. ഈ ഇരിക്കുന്ന ഒരു ചിത്രശലഭമാണ്. ഈ ചിത്രശലഭത്തിൻ്റെ പേര് പാം ഫ്ലൈ എന്നാണ്. ഇത് തന്നെ 2 സ്പീഷീസ് ഉണ്ട്. ഒന്ന് പാം ഫ്ലൈയും ഒന്ന് ടെയിൽഡ് പാം ഫ്ലൈയുമാണ്. അടുത്തത് കാണിക്കുന്നത് ഇത് ടെയിൽഡ് പാം ഫ്ലൈ എന്ന് പറഞ്ഞ ബട്ടർഫ്ലൈ ആണ് ഈ ഇരിക്കുന്നത്. ഇത് തെങ്ങയിലും പനയിലും ഒക്കെ മുട്ടയിടുന്നത്. പക്ഷേ അതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്. ഇവിടെ തെങ്ങുമുണ്ട്, ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു പുഴുവും വന്നിട്ടുണ്ട്. ഇത് നിശാശലഭത്തിൻ്റെ പുഴുവാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഈ ചെടി ഒരു പ്രത്യേക ചെടിയാണ്. ഇതുണ്ട്, ബുഷ് ബ്രൗൺ എന്ന് പറഞ്ഞ ചിത്രശലഭമാണ്. അതും ആ വള്ളിയിൽ ഇരിക്കാനായിട്ടുള്ള പ്ലാനിൽ ഇങ്ങനെ പറന്ന് നടക്കുക. ഏത് വള്ളിയാണ് വേണ്ടതെന്ന് അവർക്കറിയത്തില്ല. അതിങ്ങനെ കണ്ടോ, മറ്റേനെ പോയി ഉപദ്രവിക്കുക. അവിടെ ഇരിക്കാനായിട്ടായിരുന്നു. അപ്പോൾ അത് മറ്റേതുള്ളതുകൊണ്ട് അതങ്ങ് പോയി കണ്ടോ. ഇപ്പം മറ്റേടത്ത് വേറൊരെണ്ണം കൂടെ വന്നിരുന്നു, 2 എണ്ണമായി. എനിക്കിങ്ങനെയാണ് ഇതിനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസം, നല്ല നമ്മുടെ പ്രകൃതിയിലെ പ്രത്യേകതകളൊക്കെയാണ് ഇത്. വൈൽഡായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. അതുപോലെ ഈ വള്ളിയെ കയറിയിരിക്കുന്ന ചെടികളൊക്കെ കണ്ടോ, എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുള്ളതാണ്. ഇതുണ്ടോ, ഈ ഇല ഉണ്ടോ, ഇതിനൊരു വേറൊരു ആലിലയുടെ ഷേപ്പാണെങ്കിലും സൈഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ മുള്ളു പോലെയായിട്ടാണ് വരുന്നത് കണ്ടോ. ഈ ഇത് ഞങ്ങളുടെ പുളിയാണ്. പുളിയെ കയറിയിരിക്കുന്നത് കണ്ടോ, അത് വേറൊരു ടൈപ്പ് ഇലയാണ്. ഇത് ഞങ്ങളുടെ ജാതിയാണ്. ഇത് കണ്ടോ, ഈ ഇല കണ്ടോ, ഇത് തളിര് മഴയായതുകൊണ്ട് പെട്ടെന്ന് തളിരൊക്കെ വന്ന് ഒരു നല്ല സന്തോഷം നിൽക്കുകയുണ്ടോ. തളിരല അല്ലാത്ത ആ ഡാർക്ക് പച്ചയായിട്ടിരിക്കുന്ന അതിൻ്റെ ശരിക്കുള്ള കളറ് തളിരലക്കാണ് ഈ കളറ്. ഇത് ഒരു ഷേപ്പ്. ഇനി ഇങ്ങോട്ട് വരുമ്പം കണ്ടോണേ, ഇത് കണ്ടോ, ഇത് വേറൊരു ഷേപ്പ് കണ്ടോ, ഇത് വേറൊരു ഷേപ്പ്.
ഇതെല്ലാം മഴ വന്നപ്പോഴത്തേനും അങ്ങ് ആർത്ത് കിളുത്ത് വള്ളിയെ കൂടെ കയറി പോവുക. നല്ല രസമാണ് കാണാനായിട്ട്. വ്യത്യസ്തമായ ഷേപ്പിലുള്ള ഇലകളൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ. അതിൽ അടുത്ത വീട്ടുകാരെല്ലാം പറയും ഈ കാടെല്ലാം വെട്ടിക്കളയണം എന്ന് പറയും. പക്ഷേ എനിക്ക് സങ്കടമാണ് കളയാൻ. ഇങ്ങനെയുള്ള ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണണമെങ്കിൽ പിന്നെ വെട്ടിക്കളഞ്ഞാൽ കാണാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ഒന്നും സമ്മതിക്കാതെ ഇങ്ങനെ ഇരിക്കുക. എപ്പോഴാണ് മോനും ഹസ്ബൻഡും ബഹളം ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഏതായാലും ആസ്വദിക്കാൻ പറ്റുന്നിടത്തോളം ആസ്വദിക്കുക അല്ലേ. അത് നല്ല രസമില്ലേ കാണാനായിട്ട്. അതിൻ്റെ കൂടെ ആ പുളിയിലയും കൂടെ ചെറിയ ചെറിയ പുളിയിലയും കൂടെ വരുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ. ഉണ്ടോ? നല്ല ബുഷായിട്ട് നിൽക്കുക. ഈ വീഡിയോയിൽ കേൾക്കുന്ന ശബ്ദമൊക്കെ മഴയുടെയാണ് കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനത് കുറഞ്ഞപ്പോഴാണ് ഞാൻ എടുക്കാൻ തുടങ്ങിയത്. മഴയുടെ ശബ്ദമായി കേൾക്കുന്നത്. ഇതിൻ്റെയൊക്കെ കൂടെ മണി പ്ലാന്റും ഉണ്ട്. ഇത് കണ്ടോ, ഒരു തെങ്ങയിലോട്ടാണ് അത് കയറുന്നത്. ഉണ്ടോ മണി പ്ലാന്റും കണ്ടോ, പല കളറായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമല്ലേ. എല്ലാം കൂടെ ഒരു പ്രത്യേകതയാണ്. മണി പ്ലാന്റ് തന്നെ പല കളറിലാണ് നിൽക്കുന്നത്. മഞ്ഞ, പച്ച, മഞ്ഞയും പച്ചയും കൂടെ ഒന്നിച്ചൊരു കളറ്, പിന്നെ പച്ച തന്നെ ഒരു കളറ്. ഒരു പ്രത്യേകതയാണ്. അതൊരു മുരിങ്ങയിലാണ് കയറിയിരിക്കുന്നത്. മുരിങ്ങ പോകാറായതാ. കൂട്ടുകാരെ, എൻ്റെ തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ. അതാ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നു, ക്ഷമിച്ചേക്കണേ. ഓക്കെ, ബൈ.